കുളിപ്പിച്ച് നനപ്പിച്ചെടുക്കണം. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മനയിൽ കണ്ടിട്ടുള്ള കണക്ക് തന്നെ കുഞ്ഞുങ്ങളുടെ പാലുകൂടി എങ്ങനെ മാറ്റാം. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ പാലുകൂടി മാറ്റിയത് മാത്രമാണ് ഞാൻ പറയുന്നത്, എല്ലാവരുടെയും കാര്യം എനിക്ക് അറിയത്തില്ല. ഇതിപ്പം ഇപ്പോഴത്തെ കാശി ഞാൻ ഇങ്ങനെ പുറത്തിരുന്നിട്ട് നോർമലി ഞാൻ ഉള്ളിൽ ഇരുന്നിട്ടായിരിക്കും വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെ പുറത്ത് വന്നിട്ട് അങ്ങനെ വീഡിയോ എടുക്കാറില്ല. പക്ഷേ ഈവനിങ് ഈ ഒരു ടൈം ആകുമ്പോഴത്തേന് കാശി ബേബീനെ ഞാൻ ഇങ്ങനെ നടത്താനായിട്ട് പുറത്തിറക്കുമ്പോൾ ആൾ ഓടി കളിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് ഇവിടെ നിന്നിട്ട് കാണുകയും ചെയ്യും. അതുകൊണ്ടിട്ട് ഞാൻ എല്ലാ ദിവസവും ഈ ഒരു ഏരിയയിൽ വന്നിരിക്കും. എൻ്റെ നടത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ വന്നിരിക്കും. കാണിച്ചു തരാം. എന്തേ കണ്ട അവിടെ നിൽപ്പുണ്ട്, കുരുത്തക്കേടും കാണിച്ചിരിക്കുകയാണ്. പിന്നെ എനിക്കിതാണെങ്കിൽ ഇവിടെ നിന്ന് കാണാം, ഏതാ ചെയ്യുന്നതെന്ന് കാണാമല്ലോ. അതുകൊണ്ടിട്ട് ഇറക്കി പുറത്ത് നിർത്തിയേക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കണക്ക് കുഞ്ഞിൻ്റെ പാലോടി എങ്ങനെ മാറ്റാമെന്ന്. എൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബേബിക്ക് ഇപ്പം 1.5 വയസ്സായി. 1.5 വയസ്സായപ്പോഴാണ് ഞാൻ പാലോടി മാറ്റുന്നത്. ഞാൻ ഇപ്പോഴേ മാറ്റേണ്ട കാര്യമില്ല. ഒരു കുഞ്ഞിന് 2 വയസ്സ് വരെ അല്ലെങ്കിൽ 3 വയസ്സ് വരെയൊക്കെ, 4 വയസ്സ് വരെ 5 വയസ്സ് വരെ പാല് കൊടുക്കുന്ന അമ്മമാരുണ്ട്, കൊടുക്കാം. പക്ഷേ എൻ്റെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് 1 ഇയർ ആവുന്ന ടൈമിൽ ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ അന്നായിരുന്നു എനിക്ക് ലാസ്റ്റ് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നത്. കാശി അങ്ങോട്ട് ഓടി, അമ്മ ഇറങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ കുഞ്ഞിന് 1 ഇയർ ആയപ്പോൾ ഞാൻ നെക്സ്റ്റ് ബേബീനെ ക്യാരിങ് ആയി. സോ അതുകൊണ്ടിട്ട് അത് കഴിഞ്ഞ് 2 മാസം ഞാൻ പ്രഗ്നൻ്റ് ആയി 2 മാസം കഴിയുമ്പോഴാണ് പ്രഗ്നൻ്റ് ആണ് എന്ന് അറിയുന്നത്. ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 5 മാസവും കൂടെ പാല് കൊടുക്കുക, 5 മാസം വരെ പാല് കൊടുക്കാവൂ. അതിൻ്റെ അപ്പുറത്തേക്ക് കുഞ്ഞിന് പാല് കൊടുക്കല്ലേ, സ്റ്റോപ്പ് ചെയ്യണം. കുഞ്ഞിൻ്റെ പാലുകൂടി നിർത്തിയിട്ട് മാറ്റിയിട്ട് പാല് വേണമെങ്കിൽ വറ്റിച്ച് കളഞ്ഞോളാം. അതായത് പാലിരിക്കുമ്പം നമുക്ക് നെഞ്ച് കല്ലിക്കുകയൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെ ആവാണ്ടിരിക്കാനാണ് പറഞ്ഞത്. പാല് വറ്റിച്ച് ചേച്ചി കാപ്പി ഇട്ടിട്ടെന്നെ വിളിച്ചത്, കാപ്പി ഇട്ടിട്ടുണ്ട് വരാൻ, പാല് വറ്റിച്ച് കളയാൻ. അപ്പം 5 മാസം വരെ കറക്റ്റായിട്ട് ഞാൻ 5 മാസം കഴിയുമ്പോൾ എങ്ങനെയും നിർത്തണം എന്നുള്ള മൈൻഡ് ഉണ്ട്. പക്ഷേ എനിക്ക് നിർത്താൻ തോന്നില്ല. അത് പിന്നെ ഞാൻ മൈൻഡ് ഇങ്ങനെ ആലോചിച്ചു, വേണ്ട നിർത്തണ്ട, കുഞ്ഞല്ലേ, അവൻ പാല് കുടിച്ചോട്ടെ. മറ്റേ നമ്മുടെ കുഞ്ഞു ബേബി വളരുന്ന കൂട്ടത്തിൽ തന്നെ കുഞ്ഞു ബേബിക്കും കൊടുക്കാം, കാശി ബേബിക്കും കൊടുക്കാം എന്നൊക്കെ ഒരു മൈൻഡിൽ സെറ്റാക്കി കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് വരുമ്പോഴാണ് കുഞ്ഞിന് വളർച്ചക്കുറവ് കാണുന്നത്. അതായത് കുഞ്ഞു ബേബിക്കുള്ള വളർച്ചക്കുറവ് കാണുന്നത്. വളർച്ചക്കുറവ് കാണിച്ചതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. കുഞ്ഞിന് പാല് കൊടുക്കുന്നുണ്ട്. അപ്പം ഇളയ കുഞ്ഞിന് വേണ്ടുന്ന പ്രോട്ടീനാണ് മൂത്ത കുഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അത് നോക്കുമ്പോൾ കുഞ്ഞിനോട് കാണിക്കുന്ന അനീതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷേ എൻ്റെ ഒരു കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 7 മാസം, ഞാൻ ജനിച്ച് 7 മാസം ഉള്ളപ്പോഴാണ് എൻ്റെ അനിയത്തിനെ പ്രഗ്നൻ്റ് ആവുന്നത്. സോ എനിക്ക് 7 മാസം വരെ ഞാൻ പാല് കുടിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെയാണോ എൻ്റെ കുഞ്ഞിനോട് കാണിക്കേണ്ടതെന്ന് ചോദിക്കാം. അങ്ങനെയല്ല, ഓരോരുത്തരുടെ സിറ്റുവേഷൻ ആണല്ലോ. എനിക്കിപ്പം നേരത്തെ ബേബി വേണോ, അമ്മ വാക്ക് പറഞ്ഞോ, എന്തിനാ ഓടിയുണ്ട് അമ്മ വഴക്ക് പറഞ്ഞെന്ന് പോടാ. ഓടല്ലേ കണ്ണാ, ഓടി അമ്മ അടിക്കുവേ. അയ്യോ, അപ്പോൾ എൻ്റെ ആ ഒരു സിറ്റുവേഷൻ, അതുപോലെ ഓരോരുത്തർക്കും ഓരോരോ സിറ്റുവേഷൻസാണ്. ഇപ്പം ഞാൻ ക്യാരിങ് ആണ് എന്നുള്ള വീഡിയോ ഇട്ടതിന് ശേഷം പലരും എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്, ചേച്ചിയുടെ കാശിയുടെ ഏജാണ് എൻ്റെ കുഞ്ഞിന്, പക്ഷേ ഞാൻ 2ാമത് പ്രഗ്നൻ്റ് ആണോ ഡൗട്ടുണ്ട്, ആണെന്ന് തോന്നുന്നു, ടെൻഷനാവുന്നു. എൻ്റെത് നോർമലായിരുന്നു കേട്ടോ. എൻ്റെ ഒരു അറിവ് പ്രകാരം C-സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 2 ഇയേഴ്സ് കഴിഞ്ഞിട്ടേ നോക്കാവൂ എന്ന് പറയാറുണ്ട്, സ്റ്റിച്ചിൻ്റെയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ്. പക്ഷേ വേറൊരു കുട്ടി കമൻറ്റ് ചെയ്തേക്കുന്നത് കണ്ടു, അങ്ങനെയൊന്നുമില്ല, നമുക്ക് 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാരിങ് ആവുന്നതിന് പ്രശ്നമില്ലയെന്ന്. പല ഡോക്ടേഴ്സും അതിനെ പ്രൊമോട്ട് ചെയ്യില്ല, 2 വർഷം കഴിഞ്ഞിട്ട് മതി എന്നാണ് പല ഡോക്ടേഴ്സും പറയുന്നത്. C-സെക്ഷൻ ആണെങ്കിൽ, നോർമലാണെങ്കിൽ 6 മാസം കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം എനിക്ക് സെക്കൻഡ് ബേബി വേണമെന്നുള്ളൊരാഗ്രഹമുണ്ട്. അതേപോലെ തന്നെ എൻ്റെ മൂത്ത ബേബീനെ ടേക്ക് കെയർ ചെയ്യുകയും വേണം, ആ ഒരു സിറ്റുവേഷൻ. സോ
അങ്ങനെ 5-ാം മാസം ആയപ്പോൾ പിന്നെ ഈ സ്കാനിങ്ങിൽ ബേബീൻ്റെ വളർച്ചക്കുറവുള്ളതുകൊണ്ടിട്ട് പാലുകൂടി എന്തായാലും നിർത്തണമെന്ന് മൈൻഡിൽ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ആലോചിച്ചെന്ന് പറയാമോ, 5 മാസം ആവുന്ന ടൈമിലാണ് ഗോകു തിരിച്ച് ദുബായിലേക്ക് പോണത്. അപ്പോൾ ഗോകു പോകുമ്പം ഡെഫിനറ്റ്ലി എൻ്റെ മൈൻഡിലുണ്ട് എനിക്കും ബേബിക്കും കൂടെ ഒന്ന് പോകണമെന്ന്. അപ്പം ഫ്ലൈറ്റിനകത്തൊക്കെ പോകുന്ന ടൈമിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ നിർബന്ധവും കാര്യങ്ങളൊക്കെ ഓർത്തപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് പോയിട്ട് അവിടെ ചെന്നിട്ട് നിർത്താമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കര സോഫ്റ്റ് കോർണർ. അമ്മ പറഞ്ഞു വേണ്ട, നിർത്തണ്ട, കുഞ്ഞും കൂടെ പാൽ കുടിച്ച് പോട്ടെ, മറ്റേ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് പാൽ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. അവിടെ വെച്ച് ഞാൻ ഒരു 1 മന്ത് പാൽ കൊടുക്കുമായിരുന്നു. തിരിച്ച് വരാൻ നേരം പിന്നെയും ഞാൻ ആ മൈൻഡിൽ ആലോചിച്ച് ഫ്ലൈറ്റിലൊക്കെ വെച്ചിട്ടാകുമ്പോഴത്തേന് കുഞ്ഞിനെ കെയർ ചെയ്യണം അല്ലോ എന്നുള്ള ആ ഒരു മൈൻഡായിരുന്നു കേട്ടോ. സോ അതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെയും നിർത്താണ്ടിട്ട് നാട്ടിൽ വന്നപ്പം ഇതാണൊക്കെ എൻ്റെ അനിയത്തി ഇങ്ങനെ എന്നോട് പറഞ്ഞു, നീ ഇപ്പം പാലുകൂടി നിർത്തില്ല എന്നുണ്ടെങ്കിൽ കാശിക്കും അത് കുഴപ്പമാണെന്ന് പറഞ്ഞു. കാര്യം അവളുടെ ഒരു കൂട്ടുകാരിയുടെ ബ്രദറിൻ്റെ വൈഫ് ഇതേ കണക്ക് ഫസ്റ്റ് ബേബി 1 ഇയർ ആവുന്ന ടൈമിൽ സെക്കൻഡ് ബേബീനെ പ്രഗ്നൻ്റ് ആയി. അതുകൊണ്ടിട്ട് അന്നേരം ഈ കുഞ്ഞിന് ഇതേ കണക്ക് പാൽ കൊടുക്കുന്നുണ്ടായിരുന്നു. പാൽ കൊടുത്തപ്പോഴത്തേന് കുഞ്ഞിന് ലൂസ് മോഷനും അതുപോലെ തന്നെ ഛർദിലും കുഞ്ഞിൻ്റെതായ ശാരീരിക പ്രശ്നങ്ങൾ മൂത്ത കുട്ടിക്ക്. അതുകൊണ്ടിട്ട് എന്താണ് എന്ന് റീസൺ അറിയാൻ വയ്യ. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് പറയുന്നത് ഇതേ കണക്ക് കുഞ്ഞിനെ ക്യാരിങ് ആയിട്ട് ഇരുന്നിട്ട് പാൽ കൊടുക്കുന്നതുകൊണ്ടിട്ടാണ് എന്തെങ്കിലും കുഞ്ഞിന് കുടിക്കാൻ പറ്റുന്ന ആ ഒരു പാലായിരിക്കില്ല ആ ഒരു ടൈമിൽ നമുക്കുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസിൻ്റെ ആയിരിക്കും. അത് കുഞ്ഞിന് പാലിൽ ചെല്ലുമ്പോൾ അത് കുഞ്ഞിന് ദോഷമായിട്ട് എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. കുഞ്ഞിന് കിഡ്നിക്ക് വരെ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേനാണ് ഞാൻ പാലുകൂടി എങ്ങനെ നിർത്താമെന്ന് ചിന്തിക്കുന്നത്. എങ്ങനെ നിർത്താമെന്നല്ല, മുന്നേ കണക്ക് പാലുകൂടി നിർത്തണം എന്ന് പറയുമ്പോൾ തന്നെ വീട്ടിലെല്ലാവരും പറഞ്ഞാൽ പച്ചക്കറി അത് കഴിച്ചാൽ മതി എന്ന് പറയും. അപ്പം അങ്ങനെ നിർത്തുന്നത്. പിന്നെ ഞാൻ പല വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് നോക്കി എങ്ങനെ നിർത്താൻ പറ്റും. അപ്പോൾ ചെന്നി നായകോ അങ്ങനെ എന്തോ പറയുന്നൊരു സാധനം അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, അത് തേച്ചാൽ മതി എന്ന് പറയും. പിന്നെ ചിലർ അങ്ങനെ നിർത്താൻ പാടില്ല, ഒന്നും തേച്ച് നിർത്തരുത്, കുഞ്ഞിൻ്റെ മൈൻഡ് മാറ്റി നിർത്തണമെന്ന് പറയും. അതൊന്നും അത്ര പോസിബിൾ ആവുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കാശി ബേബീനെ എൻ്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്തുന്നത് അത്ര പറ്റാത്ത കാര്യമാണ്. പിന്നെ ഞാൻ ഒരാളുടെ വീഡിയോ, ഒരു ഡോക്ടറുടെ വീഡിയോ കണ്ടപ്പം അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, കുഞ്ഞ് പാല് കുടിക്കാൻ വരുന്ന ടൈമിൽ നമ്മൾ കുഞ്ഞിനെ മടിയിലിരുത്തിയിട്ടായിരിക്കുമല്ലോ പാൽ കൊടുക്കുന്നത്. അങ്ങനെ ആ കുഞ്ഞിനെ കാണിക്കാണ്ടിട്ട് കുഞ്ഞ് മടിയിൽ കയറുന്ന ടൈമിൽ അങ്ങ് എണീറ്റ് നിന്ന് വേറെ എന്തെങ്കിലും കാണിക്കാം. ലൈക്ക് എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ മൈൻഡ് അങ്ങ് വിടും. അങ്ങനെ ആക്കുക. അത് ഞാൻ ട്രൈ ചെയ്തു, അത് ഉള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കും, അവർക്ക് മടിയിൽ കയറുമ്പം തന്നെ നമ്മുടെ നെഞ്ചത്ത് തട്ടും, പാൽ കുടിക്കണമെന്നുള്ളൊരു ക്രേവിങ് വരും. അപ്പം ഞാൻ ആ പറഞ്ഞ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കി. അത് ഡെഫിനറ്റ്ലി അത് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ പകൽ ടൈമിലൊന്നും കാശി ബേബി പാൽ കുടിക്കാണ്ടായി. ഒരു 1 മന്ത് കൊണ്ടിട്ടാണ് കേട്ടോ. പെട്ടെന്നൊന്നും പാലുകൂടി മാറുമെന്നൊന്നും ഞാൻ പറയത്തില്ല. നമ്മൾ ട്രൈ ചെയ്തതിനെ മാറ്റാൻ പറ്റത്തുള്ളൂ. പിന്നെ രാത്രിലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ പകൽ മൊത്തം ഞാൻ അങ്ങനെ ചെയ്തു. പകൽ പിന്നെ ഫുഡ് നന്നായിട്ട് കൊടുത്തു, കുറുക്ക് അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെ കൊടുത്തു. പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങാൻ കിടക്കുമ്പം ഇവന് പാൽ കുടിച്ചുകൊണ്ടേ ഉറങ്ങാൻ കിടക്കത്തുള്ളൂ. അതുകൊണ്ടിട്ട് ഞാൻ എന്തോ ചെയ്യുന്നതെന്നറിയാമോ, ഞാൻ ഫുഡൊക്കെ വയറ് നിറച്ച് കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം ഞാനങ്ങ് അമ്മാമ്മേൻ്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് അമ്മാമ്മ എടുത്ത് ഞാൻ തട്ടി ഉറക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ പാൽ കുടിക്കാൻ നിൽക്കും, പാൽ കുടിച്ച് ഉറങ്ങത്തുള്ളൂ. അമ്മാമ്മയെ തട്ടി ഉറക്കി തരാൻ പറയാം. അമ്മാമ്മ അങ്ങനെ തട്ടി ഉറങ്ങി. നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാലുകൂടി കുഞ്ഞുങ്ങളുടെ നിർത്താൻ വേണ്ടിയിട്ട് ഭയങ്കര കാര്യമായിരിക്കും, നിർത്താൻ ഭയങ്കര എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പാടായിരിക്കും കേട്ടോ. ഇതാണ് ആരെങ്കിലും കൈമാറി എടുക്കാനൊക്കെ എനിക്കിപ്പം ഞങ്ങളത് ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. സോ എനിക്ക് എല്ലാവരും ഉള്ളതുകൊണ്ടിട്ട് എനിക്ക് കുഞ്ഞിനെ കൈമാറി എടുക്കാനും ഒക്കെ ആളുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അമ്മാമ്മ ഉറക്കിയിട്ട് എൻ്റെ കയ്യിൽ തരും. രാത്രി ആകുമ്പോൾ അത് പോസിബിൾ ആവില്ല. കുഞ്ഞ് മുന്നേക്കെന്ന് വെച്ചാൽ 9 മണിയാകുമ്പോഴത്തേക്കും ഉറങ്ങുമായിരുന്നു. ഞങ്ങൾ ദുബായിൽ പോയതിന് ശേഷം അവൻ്റെ റുട്ടീൻ ആകെ ചേഞ്ചായി. കാര്യം 12 മണിയാവും ഞാൻ ഷോപ്പിൽ നിന്ന് ക്ലോസ് ചെയ്തിട്ട് ഞാനും ഗോകും കൂടെ വരാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈം വരെ ഉറങ്ങാണ്ട് കാത്തിരിക്കുമായിരുന്നു. നാട്ടിൽ വന്നിട്ടും ആ ഒരു ടൈമിങ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തോ ചെയ്യുന്നറിയാമോ, 9 മണിയാകുമ്പോൾ തന്നെ റൂമിൽ കയറി ലൈറ്റ് അണച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ വിഷയമില്ല. അതുപോലെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യുമ്പോഴായാലും
ഉറങ്ങുമ്പോഴായാലും ചിലപ്പോൾ ഫോൺ നോക്കിക്കൊണ്ടായിരിക്കും ഉറങ്ങുന്നത്. അപ്പം അതിൻ്റെ ആ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും അവൻ്റെ ഇതങ്ങ് മാറും. ഇപ്പം ഞാൻ കാശി ബേബീനെ ഉറക്കാൻ ഞാൻ എൻ്റെ റൂമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ തൊടത്തേയില്ല. ഫോൺ ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കും. മാറ്റി വെച്ചതിന് ശേഷം കുഞ്ഞിന് ഫീഡ് ചെയ്യും. രാത്രിയിൽ ഉറങ്ങാനായിട്ട് അവൻ ഫീഡ് ചെയ്താലേ ഉറങ്ങുള്ളായിരുന്നു. അതെനിക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു മാർഗ്ഗവും ഇല്ല. അല്ല, തട്ടി ഉറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വന്നുകൊണ്ടിരുന്ന ഒരു റുട്ടീൻ മാറുമ്പോഴത്തേനും ആ ഒരു ഉറക്കത്തിൻ്റെ രീതി മാറിയപ്പോഴത്തേനും കാശി ഉറങ്ങുന്ന സമയവും കാര്യങ്ങളും എല്ലാം തെറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മാമ്മേനെ കൊണ്ടിട്ട് ഉറക്കിക്കുന്നത് പോസിബിൾ അല്ല. ഇവരെ എടുത്തുകൊണ്ടിരുന്നാലും വീട്ടിലാണെങ്കിൽ ടി വി വെച്ചേക്കും. ഒരു 12 മണിയൊക്കെ ആവാറാകുമ്പോഴത്തേനാണ് ടി വി ഓഫാക്കുന്നത്. ആ ഒരു ടൈമിലാണ് ലൈറ്റ് ഓഫാക്കാറുള്ളത്. ചേട്ടത്തേക്ക് മുകളിലത്തെ നിലയില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർ മുകളിൽ പോകും. താഴെയാണ് എൻ്റെ റൂം വരുന്നത്. അപ്പം അത് അവൻ ഈ അച്ചപ്പം കഴിക്കുന്നത് അത് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഞാനിപ്പം ഫോൺ വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡിലാണ്. ആ സ്റ്റാൻഡൊക്കെ കാണുന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് ആക്ഷനൊക്കെ കാണിക്കും. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാം സൗരഭ്യം. അങ്ങനെ രാത്രിയിൽ ഞാൻ ഈ പാല് കൊടുക്കാതെ അവൻ ഉറങ്ങുന്ന കാര്യം പോസിബിൾ അല്ലാണ്ട് വന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഫോൺ അങ്ങ് ഞാൻ മാറ്റി വെച്ചു. ഞാൻ എൻ്റെ രീതി ചേഞ്ച് ചെയ്തു. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനും ഭയങ്കര അഡിക്റ്റാണ് ഈ ഫോണിൻ്റെ കാര്യത്തിൽ. ഞാൻ ഇങ്ങനെ ചുമ്മാ കുത്തിക്കൊണ്ടിരിക്കും. ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് പണ്ടത്തെ എൻ്റെ തന്നെ വീഡിയോ കാണും, അല്ലാന്നുണ്ടെങ്കിൽ പണ്ടത്തെ വേറെ ആരുടെയെങ്കിലും വീഡിയോ കാണും. ഇൻസ്റ്റഗ്രാം അങ്ങനെ സ്ക്രോൾ ചെയ്ത് കളിക്കലില്ല കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ എല്ലാവരും ചോദിക്കുക, ചേച്ചി എപ്പോഴും ഇതാണെങ്കിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്യാറുണ്ട്. അത് ഫോൺ അഡിക്റ്റാണ്, അതുകൊണ്ടിട്ടാണ് ഈ റിപ്ലൈ ചെയ്യുന്നത്. ഞാൻ കാശിന് പ്രസവിച്ച് കഴിയുന്ന ആ ഒരു ടൈം തൊട്ടിട്ട് ഇതാണെങ്കിൽ പാൽ കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിന് പാൽ കുടിക്കുകയും ചെയ്യും, ഫോണിൽ കളിക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ ആ ഒരു രീതി അങ്ങ് മാറ്റി കേട്ടോ. നമുക്ക് ഈ ഫോണില്ലാത്ത തന്നെയാണ് സത്യത്തിൽ നല്ലത്. ചേഞ്ച് ചെയ്തുകൊണ്ടിട്ട് അതിനുള്ള മാറ്റങ്ങളും ഉണ്ട്. ഫോൺ മാറ്റി വെച്ചിട്ട് ഞാൻ കുഞ്ഞിനെ അല്ലാതെ തോളെ കിടത്തിയിട്ട് ഉറക്കാം. വയറ് ഫുള്ളാക്കിയതിന് ശേഷം, രാത്രി കിടക്കുന്നതിന് മുമ്പ് വയറ് ഫുള്ളാക്കിയതിന് ശേഷം കിടത്തിയിട്ട് ഉറക്കാൻ നോക്കും. പക്ഷേ എന്തൊക്കെ ചെയ്താലും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കാശി പാൽ കുടിക്കാനായിട്ട് വരും. പിന്നെ ഞാൻ എന്തെങ്കിലും പച്ചക്കിരിയാത്തോ അങ്ങനെ എന്തെങ്കിലും അരച്ച് തേക്കാമെന്ന് വെച്ചു. അങ്ങനെ വല്യമ്മച്ചി പോയിട്ട് ആടലോടകവും പച്ചക്കിരിയാത്തും കൂടെ പറിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അത് തേച്ചിട്ട് പച്ചക്കിരിയാത്തിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരുന്നു, ആടലോടകം തോനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അരച്ച് തേച്ചിട്ട് കിടക്കാനായിട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ ആ കയ്പ്പ് ആദ്യമേ ഉണ്ടാവും. ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേന് ആടലോടകം ആയതുകൊണ്ട് കയ്പ്പില്ല. അപ്പോൾ അത് വെച്ചുകൊണ്ട് അവൻ പാൽ കുടിക്കും. കയ്പ്പൊന്നും വലിയ ഏഷ്യമില്ലായിരുന്നു. ലാസ്റ്റ് ആയപ്പോൾ പിന്നെ വല്യമ്മച്ചി പച്ചക്കിരിയാത്ത് മാത്രം പറിച്ചുകൊണ്ട് തന്നു. അങ്ങനെ ഞാൻ പച്ചക്കിരിയാത്ത് മാത്രം അരച്ച് തേച്ചിട്ടാണ് ഞാൻ പാലുകൂടി നിർത്തിയത്. പലരും പറയും അല്ലാതെ ഈ പറയുന്ന കണക്ക് ഞാൻ ഈ എടുത്തുകൊണ്ട് നടക്കാനൊക്കെ രാത്രി ആളുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പം രാത്രി ഈ പാലുകൂടി മാറ്റുന്ന സമയത്ത് നമ്മുടെ ഉറക്കം എന്തായാലും നഷ്ടപ്പെടും കേട്ടോ. ഒരു 9 മണി 10 മണി 12 മണി വരെയൊക്കെ ഇവർ ഉറങ്ങാതിരിക്കും പാൽ കുടിക്കാനായിട്ട് കൊതിച്ചിട്ടേ. അപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഞാൻ ചെയ്തത് ഈ പച്ചക്കിരിയാത്ത് തേച്ചാൽ അത് സയൻറ്റിഫിക്കലി നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു നിർത്താൻ വേണ്ടിയിട്ട്. പിന്നെ അത് കുഞ്ഞു ബേബിക്കും ദോഷമാണ്, കാശി ബേബിക്കും ദോഷമാണ്. ബേബി രണ്ടുപേർക്കും ദോഷമായി വേണ്ടിയിട്ടാണ് ഞാൻ നിർത്താൻ. അമ്മ എന്ന നിലയിൽ അവരുടെ ഹെൽത്തല്ലേ ഞാൻ നോക്കേണ്ടത്. രണ്ടാളുടെയും ഹെൽത്ത് ഞാൻ നോക്കണം. എനിക്ക് രണ്ടാളും എൻ്റെ മക്കളാണ്. രണ്ടുപേരെയും എനിക്ക് മാറ്റി നിർത്തി കാണാൻ പറ്റില്ലല്ലോ. സോ അങ്ങനെ രാത്രി ആകുമ്പോഴത്തേനും ഞാൻ പശുമ്പാൽ നേർപ്പിച്ച് കാച്ചി ബോട്ടിലിൻ്റെ അകത്താക്കിയിട്ട് അത് ഫീഡ് ചെയ്യുമ്പം അത് വയറ് നിറച്ച് ഫുള്ളാക്കിയതിന് ശേഷം എൻ്റെ മടിയിൽ കിടത്തും. എനിക്കിപ്പോൾ വയറുള്ളതുകൊണ്ടിട്ട് എനിക്ക് മടിയിൽ കിടത്തുമ്പോൾ മടിയിൽ സ്പേസ് ഇല്ല. അപ്പം മോന് കിടക്കാൻ പാടാം. അപ്പോൾ എന്തായാലും ഞാൻ തോളയിലെടുത്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കും. വണ്ടി വരുന്നതാ, കയ്യിൽ വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഞാനിപ്പോൾ ഉറക്കാറുള്ളത്. ബോട്ടിൽ ഫീഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ കയ്യിൽ വെച്ച് തട്ടി ഉറക്കും. അവനിപ്പോൾ അത് ശീലമായി. ചൂട് പറഞ്ഞേ. നല്ല രസമാണ് ചൂടെന്ന് പറയുന്നത് കേട്ടെ. ചൂട് നോക്ക്,
ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂടെന്ന് പറയുന്നത് കേൾക്കാൻ. പാല് തിളപ്പിച്ചിട്ട് കാശി ബേബിക്കുള്ള പാല് തിളപ്പിച്ചിട്ടേ ചൂടുണ്ടോ? കാശി ബേബിക്കുള്ള പാല് തിളപ്പിച്ചിട്ട് ഇതാണെങ്കിൽ കപ്പിനകത്തൊക്കെ എടുക്കുന്ന ടൈമിൽ ചൂടാന്ന് പറയാം. അന്നേരം ഇങ്ങനെ പറയും, നല്ല രസം. ചൂടാണോ? എല്ലാ ഫുഡും ഞാൻ കൊടുക്കും കേട്ടോ, ഇന്നതൊന്നും ഇല്ല. ഞാൻ ഫ്രൂട്ട്സ് കൊടുക്കും, വെജിറ്റബിൾസ് കൊടുക്കും. ഫിഷ് ഞാൻ അധികം അങ്ങനെ കൊടുക്കാറില്ല, ചെറിയ മീനൊക്കെയാണ് കൊടുക്കുന്നത്. വലിയ മീനൊന്നും ഞാൻ കൊടുക്കാറില്ല. ഞാൻ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും കൊടുക്കും. നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ, തോരനൊക്കെ വെച്ചിട്ട് കിണ്ണത്തിനകത്തൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എടുത്ത് കഴിച്ചോളും. എല്ലാം അല്ലാതുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം ഞാൻ കൊടുക്കാറുണ്ട്. പുറത്തു നിന്നുള്ള ഫുഡ് അങ്ങനെ കൊടുക്കൽ കുറവാണ്. വീട്ടിലെന്താണോ ഉണ്ടാക്കുന്നത് അതെല്ലാം ഞാൻ കൊടുക്കാറുണ്ട്. എല്ലാം കൊടുത്ത് ഫുൾ ടൈം ഞാൻ വയറ് നിറച്ച് വയ്ക്കാനുള്ളത് ട്രൈ ചെയ്യും. അത് കുഞ്ഞിൻ്റെ ഹെൽത്തിനെ ബാധിക്കാത്ത രീതിയിലുള്ള ഫുഡെല്ലാം കൊടുത്തിട്ട് എപ്പോഴും വയറ് നിറച്ച് വെക്കും. കാര്യം മുന്നേ ആകുമ്പോൾ നമ്മുടെ പാൽ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ട്, അവരുടെ വയറങ്ങനെ ഇതായി നിൽക്കില്ല. ഇപ്പം അങ്ങനെയല്ലല്ലോ, പാലുകൂടി നിർത്തിക്കൊണ്ടിട്ട് ഞാൻ ഫുൾ ടൈം കൊടുക്കാറുണ്ട്. ഞാൻ ഈ പാലുകൂടി നിർത്തി ഇങ്ങനെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് ആദ്യമേ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് പകലുള്ള പാലുകൂടി ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഉറക്കുന്നതൊക്കെ ആരുടെയെങ്കിലും കയ്യിലൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഉറക്കം എടുക്കുക. രാത്രിയിൽ നമുക്കത് പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇവിടെ TV സീരിയൽ കാണും, പിന്നെ അതിലത്തെ FIR കണ്ടിട്ട് ഇവിടെ എല്ലാവരും കിടക്കുള്ളൂ. അതുകൊണ്ടിട്ടാണ് അത് പോസിബിൾ അല്ലാത്തത്. പിന്നെ എനിക്ക് അത്രയും നേരം ഇരിക്കാനും എനിക്ക് പറ്റത്തില്ല. എനിക്കൊരു 9 മണി 10 മണിയാകുമ്പോഴത്തേന് എനിക്ക് കിടന്ന് ഉറങ്ങണം. ഇപ്പോൾ ഭയങ്കര ക്ഷീണമാണ്. അതുകൊണ്ട് ബേബീനെ ഞാൻ ആദ്യമേ ഉറക്കാൻ നോക്കും. പിന്നെ അപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ പാലുകൂടി മാറ്റിയത് ഇങ്ങനെയാണ്. പച്ചക്കിരിയാത്ത് എനിക്ക് യൂസ്ഫുള്ളാണ്. പച്ചക്കിരിയാത്ത്, ആടലോടകം, പിന്നെ ആര്യവേപ്പ്, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെന്നിയായം ആ സാധനം വാങ്ങി അങ്ങാടിക്കടയിൽ അങ്ങാടിക്കടയിൽ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ അത് തേച്ചിട്ട് ഞാൻ തൊട്ട് നോക്കിയിട്ട് എനിക്ക് കയ്പ്പ് തോന്നിയില്ല. ചിലർ പറയും ഭയങ്കര കയ്പ്പാണ്. ഇനി ഞാൻ വാങ്ങിയത് ആ സാധനം അല്ലേ എന്നൊക്കെ ഡൗട്ടായിരുന്നു എനിക്ക്. ഞാൻ അങ്ങനെ ഗൂഗിളിൽ കയറിയിട്ട് സെർച്ച് ചെയ്തപ്പോൾ ഫോട്ടോയ്ക്കകത്തുള്ള സാധനം തന്നെ, പക്ഷെ കയ്പ്പൊന്നും എനിക്ക് തോന്നിയില്ല. അതിന് അത് ചെയ്യേണ്ട രീതിയിലല്ല ഞാൻ ചെയ്തുകൊണ്ടിട്ടാണോ എന്നും എനിക്ക് അറിയാൻ വയ്യ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം നിങ്ങൾ പാലുകൂടി നിർത്താൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, വീട്ടിലാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും നിർത്താൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് വയറ് നിറച്ച് ഫുള്ളാക്കി, എപ്പോഴും ഫുഡ് കൊടുത്ത് വയറ് ഫുള്ളാക്കി വെക്കുക. പാലോ പാക്കറ്റ് പാലോ അല്ല പശുപാലോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കട്ടിക്ക് കാച്ചരുത്, ഭയങ്കര നേർപ്പിച്ച് കാച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴത്തേന് പിള്ളേരുടെ വയറ് നിറഞ്ഞിരിക്കുകയും ചെയ്യും, അവർക്ക് കഫക്കെട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ നോക്കുക കേട്ടോ. അപ്പം രാത്രിലത്തെ പാലുകൂടി നിർത്തുന്നതിന് മുന്നേ പകലുള്ള പാലുകൂടി നിർത്തിയിട്ട് രാത്രിലത്തേക്ക് കിടക്കുക. അതാണ് ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പകൽ നമ്മൾ പാലുകൂടി നന്നായിട്ട് സ്റ്റോപ്പ് ചെയ്യുക, അതിനുശേഷം മാത്രം രാത്രിയിലേക്ക് കടന്നാൽ മതി. അപ്പം ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ, ടേക്ക് കെയർ.